കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And the Prime Minister has a partnership with the people who are doing this. ഇന്ത്യൻ The Chief Minister has a partnership with the people who are doing this. അതല്ല, ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഇത് ചെയ്യുന്നവരോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലുള്ളത്. The very people who are attacking minorities across the country, Muslims, Christians, Sikhs, those people are in partnership with the Chief Minister. ഈ രാജ്യം മുഴുവൻ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന, മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന, സിഖുകളെ ആക്രമിക്കുന്ന, ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ആളുകളുമായിട്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി കൂടി ചേർന്ന് പങ്കാളിത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. On the other side, the Prime Minister is signing a US deal with Donald Trump. മറ്റൊരു വശത്ത് പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപുമായി ഒരു വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുകയാണ്. We are talking about our farmers struggling. He is opening up our agricultural industry to America. നമ്മളിവിടെ നമ്മുടെ കർഷകർ കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കാർഷിക മേഖലയെ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. American farmers have huge farms, mechanized farms. Indian farmers have tiny farms with no mechanization. അമേരിക്കയിലെ കർഷകർക്ക് വലിയ കാർഷിക മേഖലയുണ്ട്, അതുപോലെ തന്നെ അവർ വളരെയധികം യന്ത്രവൽകൃത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ഇന്ത്യയിലെ ചെറുകിട കർഷകരാണ്, അവർക്ക് വലിയ യന്ത്രവൽകൃത സംവിധാനങ്ങളില്ല, അതുപോലെ അവരുടെ കൃഷിസ്ഥലവും വളരെ ചെറുതാണ്. And Donald Trump is allowing American farmers to sell dal, to sell soya, to sell nuts, fruits in our country. അതുമാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ഇവിടെ പരിപ്പ് വർഗ്ഗങ്ങളും അതുപോലെ സോയാബീനും അതുപോലെ ഫ്രൂട്ട്സും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കശുവണ്ടിയും നട്ട്സും എല്ലാം ഇവിടെ വിൽക്കാൻ അമേരിക്കൻ കർഷകരെ അനുവദിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. There is a war going on. Petrol is going to become scarce. Gas shortages are already prevalent. The Prime Minister has signed away India's energy security. നിങ്ങൾക്കറിയാം, ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പെട്രോളിന്റെ വില കൂടുകയാണ്, പെട്രോളിന് ക്ഷാമമുണ്ട്, പാചകവാതകത്തിന് ക്ഷാമമുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്. Please understand that if India wants to buy oil from Iraq, from Russia, from Iran, it cannot do so without taking permission of Donald Trump. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യക്ക് ഇറാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ എണ്ണ വാങ്ങിക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി ഇല്ലാതെ ഇന്ത്യക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. Who is Donald Trump to tell us where to buy oil from, to tell us where to buy gas from? എവിടെ നിന്നാണ് നമ്മൾ ഗ്യാസ് വാങ്ങിക്കേണ്ടത്, എവിടെ നിന്നാണ് എണ്ണ വാങ്ങിക്കേണ്ടത് ഇന്ത്യയോട് നമ്മളോട് പറയാൻ ഡൊണാൾഡ് ട്രംപ് ആരാണ്? I'll tell you who Donald Trump is. നിങ്ങൾക്കറിയാം അതെന്താ? So that you understand why India's data has been handed over, why our energy security has been taken away from us, why our agricultural sector has been handed over to the Americans. I'll tell you who he is so you understand this. നിങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ആരാണെന്ന് അറിയണം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ കാർഷിക മേഖല അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഡേറ്റ വിവരശേഖരം അമേരിക്കയ്ക്ക് കൈമാറിയതെന്നുകൊണ്ട്, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഊർജ്ജ സെക്യൂരിറ്റി, ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്ക് നൽകിയതെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. Donald Trump has the power to destroy Narendra Modi's image. ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള ധൈര്യം ഉള്ളതുകൊണ്ട്, ശക്തി ഉള്ളതുകൊണ്ടാണ്. Donald Trump has information in the Epstein files. എപ്സ്റ്റീൻ ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിൽ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. Narendra Modi's cabinet ministers are in those files. Narendra Modi is there. നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് എപ്സ്റ്റീൻ ഫയലുകളിൽ, അതുപോലെ നരേന്ദ്രമോദിയും ആ ഫയലുകളിലുണ്ട്. And Donald Trump knows exactly what is going on with Epstein. അതുപോലെ ഡൊണാൾഡ് ട്രംപിന് കൃത്യമായിട്ട് അറിയാം എപ്സ്റ്റീൻ ഫയലുകളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. And the second and even more important reason is Adani. രണ്ടാമത്തേത്, അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദാനിയാണ്. Adani has not been handed over India's businesses, India's airports, India's ports, India's infrastructure for free. അദാനിക്ക് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ത്യയുടെ തുറമുഖങ്ങൾ, ഇന്ത്യയുടെ വിമാന എയർപോർട്ടുകൾ ഇതൊന്നും വെറുതെ സൗജന്യമായിട്ടല്ല മോദി കൊടുക്കുന്നത്. Adani's corporate structure has close links to the BJP and to the Prime Minister himself. അദാനിയുടെ കോർപ്പറേറ്റ് ഘടന, സാമ്പത്തിക ഘടന എന്ന് പറയുന്നത് അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും BJPയോടും വളരെ അടുത്ത ബന്ധങ്ങളാണുള്ളത്. And that is why Donald Trump has put a case in the United States against Mr. Adani, a criminal case. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അദാനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് അവിടെ ഉള്ളത്. So with these two levers, Donald Trump controls Mr. Modi. അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങളിൽ കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്. And Mr. Modi will do
exactly as Mr. Trump says. അതുമാത്രമല്ല നരേന്ദ്രമോദി ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ത് പറയുന്നു അത് അതുപോലെ തന്നെ And you will see the consequences of this to the farmers of India. You will feel the consequences in the next few months when petrol prices rise, when gas prices rise to unbelievable levels. നിങ്ങൾക്ക് മനസ്സിലാകും അവിശ്വസനീയമായ തലത്തിൽ ഇന്ത്യയിലെ ഇവിടുത്തെ പെട്രോളിന്റെ വില കൂടുമ്പോൾ അതുപോലെ ഗ്യാസിന്റെ വില കൂടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ ഫലം അനുഭവിക്കുന്നത് നമ്മളാണ്. അതുപോലെ ഇന്ത്യയിലെ കർഷകരും ഇതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF is going to start its government with 5 promises. ഐക്യജനാധിപത്യ മുന്നണി നമ്മുടെ ഗവൺമെന്റ് ആരംഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് 5 വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ്. The first promise to the women of Kerala, who we are extremely proud of, is that you are going to travel for free in all of Kerala's buses. കേരളത്തിലെ സ്ത്രീകളോട് ഞങ്ങൾക്ക് ഏറെ അഭിമാനമുള്ള കേരളത്തിലെ സ്ത്രീകളോട് ഞങ്ങളുടെ ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാർ ബസ്സുകളിൽ നിങ്ങൾ സൗജന്യമായി യാത്ര ചെയ്യാൻ പോവുകയാണ്. And every single Keralite girl who goes to college or university will get 1,000 rupees a month in her bank account. കോളേജിലും സർവകലാശാലയിലും പോകുന്ന കേരളത്തിലെ ഓരോ പെൺകുട്ടിക്കും പ്രതിമാസം 1000 രൂപ ഞങ്ങൾ നൽകുന്ന അടുത്ത വാഗ്ദാനമാണ്. We are doing this because we understand that women are the backbone of Kerala. ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു കേരളത്തിന്റെ നട്ടെൽ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ത്രീകളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. And we want you to pursue your dreams, travel whenever you want, and achieve whatever you want to achieve. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, സ്വപ്നങ്ങൾ പിന്തുടരാൻ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ, അതുപോലെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നേടാൻ നിങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. For senior citizens, we are committing a new ministry that looks after their interests. കേരളത്തിലെ പ്രായമായവർക്ക് വേണ്ടി, വയോജനങ്ങൾക്ക് വേണ്ടി, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകമായ ഒരു വകുപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. And we are going to increase their pension to 3,000 rupees. അതുപോലെ അവരുടെ പെൻഷൻ ഞങ്ങൾ 3000 രൂപയാക്കി ഉയർത്താൻ പോവുകയാണ്. And finally, to protect the whole of Kerala and to remember our Chief Minister, Oommen Chandy ji, we are bringing a completely new healthcare scheme. അവസാനമായി കേരളത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിങ്ങൾക്ക് വാഗ്ദാനമായി നൽകുകയാണ്. Every single Kerala family will have 25 lakhs of rupees for their health care. കേരളത്തിലെ ഓരോ കുടുംബത്തിനും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. If anyone falls sick in your family, whether it is heart disease, cancer, diabetes, whatever it is, you will have insurance of 25 lakh rupees to protect that person and make them well again. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടാകട്ടെ, അത് ഹൃദയ സംബന്ധമായ അസുഖമാവട്ടെ, ക്യാൻസർ ആവട്ടെ, പ്രമേഹമാവട്ടെ, ആ വ്യക്തിയെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സൗജന്യമായി 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. Finally, there are some local issues that I am aware of. The LDF has promised you a sea wall that they never built. We will build that sea wall for you. അതുമാത്രമല്ല ചില പ്രാദേശിക പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കൊരു കടൽ ഭിത്തി നിർമ്മിച്ചു തരാം എന്ന് LDF പറഞ്ഞിട്ട് അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ നിങ്ങൾക്കൊരു കടൽ ഭിത്തി നിർമ്മിച്ചു നൽകുന്നതായിരിക്കും. And we are committed to an MSP of 35 rupees for paddy and also a special package for revival of coir, cashew and the handloom industry. അതുപോലെ നെല്ലിന് ഞങ്ങൾ 35 രൂപ താങ്ങുവിലയായി ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ കയർ വ്യവസായത്തെയും കശുവണ്ടി വ്യവസായത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക പദ്ധതികളും ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. I'd like to thank you all for coming here and listening to me so patiently and so affectionately. നിങ്ങൾ ഇവിടെ വന്ന് എന്നോട് വളരെ ക്ഷമയോടുകൂടി സ്നേഹത്തോടുകൂടി ഞാൻ പറഞ്ഞത് കേട്ടിരുന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Thank you very much. Namaskar. വളരെയധികം നന്ദി. താങ്ക് യു.